സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് 4000 രൂപ അക്കൗണ്ടുകളിലേക്ക് 5 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന ഒരു അറിയിപ്പ്, രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിക്കരുതെന്ന നിയന്ത്രണത്തിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ സംസ്ഥാന വാർഷിക സമ്മേളനം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ നിയന്ത്രണത്തിൻ്റെ സമയപരിധി കൂട്ടും. നിലവിൽ രാത്രി 10 മണിക്ക് ഉച്ചഭാഷിണികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് നിയമം. നിയമത്തിൽ ഭേദഗതി വരുത്തി സമയം ദീർഘിപ്പിക്കും. ഉച്ചഭാഷിണി നിയന്ത്രണത്തിൻ്റെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിമാരാകുന്നതും അവസാനിപ്പിക്കും. മൈക്ക് പിടിച്ചെടുക്കുന്നതുൾപ്പെടെ ഇപ്പോൾ മറ്റൊരു കലാരൂപമായി മാറി. ക്ഷേത്രാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സിനിമാ നയവും ഉടനുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലെ OP, IP അത്യാഹിത വിഭാഗങ്ങളിൽ വൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പുതിയ സർക്കുലർ പുറത്തിറക്കി. മെഡിക്കൽ കോളേജുകളിലെ ഫാർമസികളിൽ നിന്ന് ഇനി മുതൽ ഡോക്ടറെ വീണ്ടും കാണാതെ തന്നെ 6 മാസം വരെ തുടർച്ചയായി മരുന്ന് വാങ്ങാമെന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് പതിവായി മരുന്ന് കഴിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കാതെ മരുന്ന് ലഭ്യമാക്കാൻ ഈ തീരുമാനം സഹായിക്കും. ആരോഗ്യരംഗത്തെ പാളിച്ചകൾ തിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നേരിട്ട് രംഗത്തിറങ്ങിയതോടെ കേരളത്തിൻ്റെ ആരോഗ്യ മോഡൽ വീണ്ടും സുവർണകാലത്തേക്ക് തിരിച്ചെത്തുകയാണെന്ന വിലയിരുത്തലിലാണ് പൊതുജനങ്ങൾ. പുതിയ സർക്കുലർ പ്രകാരം രോഗികൾ അവസാനമായി ഡോക്ടറെ കണ്ടപ്പോൾ കുറിച്ചു നൽകിയ മരുന്നുകൾ മാത്രമായിരിക്കും ഇത്തരത്തിൽ 6 മാസം വരെ ഫാർമസിയിൽ നിന്നും നേരിട്ട് നൽകുക. ഡിസ്ചാർജ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ആശുപത്രി ഫാർമസിയിൽ നിന്ന് ഒരേ സമയം 1 മാസത്തേക്കുള്ള മരുന്ന് ഒറ്റത്തവണയായി വാങ്ങാനും സൗകര്യമുണ്ടാകും. ഡിസ്ചാർജ് ചെയ്യുന്നവർക്കുള്ള മരുന്നുകൾ ഒരു പ്രത്യേക കൗണ്ടറിലൂടെ വേണം നൽകാൻ. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികളെ വട്ടം ചുറ്റിക്കുന്ന പതിവ് രീതികൾക്ക് ഇതോടെ അറുതിയാകും. OP സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്ന അവസാന രോഗിയെയും ഡോക്ടർ നിർബന്ധമായും പരിശോധിച്ചിരിക്കണം. സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ എത്തുന്ന രോഗികളുടെ അഡ്മിഷൻ നടപടികൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിവേഗ ചികിത്സ ഉറപ്പാക്കേണ്ട അത്യാഹിത വിഭാഗത്തിൽ ഗുരുതര പരിക്കുകളുമായി എത്തുന്നവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ ആരംഭിക്കണമെന്നും സർക്കുലറിൽ കർശനമായി നിഷ്കർഷിക്കുന്നുണ്ട്. കിടപ്പ് രോഗികളുടെ ദുരിതങ്ങൾക്കും പുതിയ ഉത്തരവോടെ പരിഹാരമാകും. എല്ലാ കിടപ്പ് രോഗികൾക്കും വെവ്വേറെ കട്ടിൽ, മെത്ത, തലയണ എന്നിവ ആശുപത്രികൾ ഉറപ്പാക്കണം. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളിലേക്ക് ഒഴിഞ്ഞ കിടക്കകൾ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ താൽക്കാലികമായി ഉപയോഗിക്കാം. രോഗിയെ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യമായ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കണം. എക്സ്റേ മുതൽ സ്കാനിംഗ് വരെയുള്ള എല്ലാ ഇമേജിംഗ് അപ്പോയിൻമെൻറ്റുകളും വാർഡിലെ ജീവനക്കാർ തന്നെ നേരിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്. കൂടാതെ OP, ഫാർമസി, ലാബ് തുടങ്ങിയ രോഗികൾ എത്തുന്ന എല്ലായിടത്തും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ക്യൂ സംവിധാനം ഒരുക്കണം. ആശുപത്രിയിലെ എല്ലാ ബ്ലോക്കിലും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സഹായിക്കാൻ മേ ഐ ഹെൽപ്പ് യു ഡെസ്കുകൾ സ്ഥാപിക്കും. OP, ലാബ്, ഫാർമസി, എക്സ്റേ, സ്കാനിംഗ് എന്നിവിടങ്ങളിലെ എല്ലാ ജീവനക്കാരും രോഗികളോടും സഹായികളോടും മാന്യമായി മാത്രമേ പെരുമാറാവൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ www.janakshemamedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഏറ്റവും അവസാനമായി സർക്കാർ പ്രഖ്യാപിച്ച മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും, അതായത് ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു 25-ാം തീയതിക്ക് ശേഷം ജൂലൈ മാസത്തെ 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. 20-ാം തീയതിക്ക് ശേഷമാണ് സർക്കുലർ പുറത്തിറങ്ങുക. 25-ാം തീയതിക്കും ഓഗസ്റ്റ് മാസം 5-ാം തീയതിക്കും ഉള്ളിലായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം പൂർത്തീകരിക്കുക. ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 4000 രൂപ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഉത്സവ സീസണോടനുബന്ധിച്ച് ഒരു ഗഡു മുൻകൂട്ടി നൽകുന്ന പതിവ് സർക്കാരുകൾക്കുണ്ട്. UDF സർക്കാരിൻ്റെ ആദ്യ ഉത്സവ സീസൺ കൂടിയായതുകൊണ്ട് തന്നെ ആ ഒരു 4000 രൂപയുടെ വിതരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 4000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും.
അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വാഹനവുമായി പുറത്തിറങ്ങുന്നവർ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. MVDയുടെ കടുത്ത നടപടി. ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ്. ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്രകൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കും. വാഹനം ഓടിക്കുന്നയാൾക്കോ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്കോ ഹെൽമറ്റ് ഇല്ലെങ്കിൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. നിയമലംഘനങ്ങൾ പിടികൂടാൻ വാഹന പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ പിഴയ്ക്കൊപ്പം പരിശീലന ക്ലാസുകളിലും പങ്കെടുക്കേണ്ടി വരും. നിയമം കർശനമായി നടപ്പാക്കാൻ എല്ലാ ലൈസൻസിംഗ് അതോറിറ്റികളോടും RTO എൻഫോഴ്സ്മെൻറ്റ് ജോയിൻറ്റ് RTOമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിന് ഒപ്പം 1 ദിവസത്തെ ക്ലാസ്സിലും പങ്കെടുക്കണം. അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക 6 മാസത്തേക്കായിരിക്കും. 3 ദിവസമായിരിക്കും പരിശീലന ക്ലാസ്. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും അപകടത്തിൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും ചെയ്താൽ 1 വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.